ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10th പ്രിലിമിനറി മൂന്നാം ഘട്ട പരീക്ഷ തൊഴിൽ വാർത്തയില് വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മൂന്നാം ഘട്ടത്തിലെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്കും ലാസ്റ്റ് ഗ്രേഡും LDCയും സ്റ്റോർമാനും ഒക്കെ തന്നെ വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കാണ് തൊഴിൽ വാർത്ത നൽകിയിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തൊഴിൽ വാർത്ത പറയുന്നത് പൊതുവെ പരീക്ഷ കുഴക്കിയില്ല, ചോദ്യങ്ങൾ ആശങ്ക ഉയർത്തിയത് മഴ മാത്രമാണ് എന്നുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയാണ് തൊഴിൽ വാർത്ത പറയുന്നത്. അപ്പോൾ ചരിത്രം സിലബസിന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. ചരിത്രത്തിലെ സിലബസ് സൂചനകൾ പ്രകാരം ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ അനന്തര ഭാരതവുമാണ് ചോദ്യ പേപ്പറിൽ വരേണ്ടത്. എന്നാൽ പ്രാചീന ഭാരത ചരിത്രത്തിലാണ് നിന്നാണ് 2 ചോദ്യങ്ങളും കയറി വന്നു എന്നുള്ളതും അതുപോലെ തന്നെ സിന്ധു നദീ സംസ്കാരത്തെയും 1-ാം നൂറ്റാണ്ടിലെ ഗോത്ര റിപ്പബ്ലിക് പുറത്തിറക്കിയ നാണയത്തെയും പറ്റിയായിരുന്നു ഈ ചോദ്യങ്ങൾ. ഓരോ മാർക്കും മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടിയവരുന്നവരെ സംബന്ധിച്ച് നിർണായകമായിരിക്കെ സിലബസിൽ പുറത്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്നുള്ള അഭിപ്രായം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചനയില്ല. ജനറൽ സയൻസ് രംഗത്തെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചന നൽകിയിട്ടില്ല. ലിംബ് വ്യവസ്ഥയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്ന ചോദ്യത്തിന് ഉത്തരസൂചികയിൽ നൽകിയിരിക്കുന്ന 4 സൂചനകളും ശരിയായ പ്രസ്താവനകളാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാ എന്ന ചോദ്യം 2 ആഴ്ച മുൻപ് റദ്ദാക്കിയ ഇതേ പരീക്ഷയുടെ ചോദ്യ പേപ്പറിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആര് എന്ന ചോദ്യം 18/7/2026 രാവിലെ നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം എന്ന ചോദ്യവും ഇതേ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില ഏതെന്ന ചോദ്യവും ഇരു പരീക്ഷകളിലും ആവർത്തിച്ചു വന്നു എന്നുള്ളതും ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വേറിട്ട ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് വന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും സാധാരണ നിലവാരത്തിൽ ആയിരുന്നില്ല എങ്കിലും വേറിട്ട ഏതാനും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. രണ്ടാമത്തേത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശേല. 3 ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഈ പരീക്ഷയ്ക്ക് വന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും സാധാരണ നിലവാരത്തിലേത് ആയിരുന്നില്ല എങ്കിലും വേറിട്ട ഏതാനും ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ തൊഴിൽ വാർത്തയിൽ വന്ന 3-ാം സ്റ്റേജിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡിന് പറഞ്ഞിരിക്കുന്ന 65 മുതൽ 75 വരെ ആവാം എന്നുള്ളതാണ് തൊഴിൽ വാർത്ത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ LDC സ്റ്റോർമാന് 70 മുതൽ 80 വരെ ആകാം എന്നുള്ള ഒരു കട്ട് ഓഫിലേക്കാണ് തൊഴിൽ വാർത്ത 3-ാം സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 4-ാം സ്റ്റേജിലെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നമുക്ക് ഉടൻ തന്നെ ഞാൻ ഇതിന് തുടർച്ചയായിട്ട് ക്ലാസ് എടുക്കാം. അപ്പോൾ നമുക്കിത് 3-ാം സ്റ്റേജിലെയാണ്. അപ്പോൾ 3-ാം സ്റ്റേജിലെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ പരീക്ഷയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിന് 4-ാം സ്റ്റേജിൽ ഇപ്പോൾ തന്നെ ഞാൻ ഉടൻ തന്നെ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.